കോൺഗ്രസ് ഇന്നലെ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടല്ലോ, പ്രതിപക്ഷ നേതാവും PCC പ്രസിഡന്റിന്റെയും ഡിമാൻഡ് തീർത്തും ന്യായമായ ഡിമാൻഡാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഏറ്റവും ഗൌരവതരമായിട്ടുള്ള വിഷയമാണ്. SFIO അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ പണം കൈപ്പറ്റി പ്രതിഫലം ഒന്നും നൽകാതെ പണം പറ്റി, അതായത് സേവനമൊന്നും നൽകാതെ പണം പറ്റി എന്നുള്ളതാണ് കണ്ടെത്തൽ, ഏറ്റവും ഗൌരവതരമായിട്ടുള്ള കണ്ടെത്തൽ. അത് മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണല്ലോ സേവനമൊന്നും നൽകാതെ പണം നൽകുന്നത്. അപ്പോൾ അത് ഡയറക്റ്റ് വന്നു ചേരുന്നത് മുഖ്യമന്ത്രിയിൽ തന്നെയാണ്, മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്തത്തിൽ തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹം ഈ കാര്യത്തിൽ ധാർമ്മികത ഉയർത്തിപ്പിടിക്കണം, അല്പമെങ്കിലും ഉണ്ടെങ്കിൽ എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ട്. ഇതിൽ രാഷ്ട്രീയ അജണ്ട എന്നാണ് CPM ഇപ്പോൾ പറയുന്നത്, പ്രതിരോധം തീർക്കുകയാണ്. അപ്പം അല്ല, അവര് രാഷ്ട്രീയ അജണ്ട രാഷ്ട്രീയമായിട്ട് നേരിടട്ടെ. പക്ഷേ ഈ കണ്ടെത്തലിനെ അവരെങ്ങനെയാണ് കാണുന്നത്? ഇതൊരു വസ്തുതാപരമായിട്ടുള്ള റിപ്പോർട്ടല്ലേ. പണം വാങ്ങിച്ചിട്ടുള്ളത് വസ്തുതാപരമായ റിപ്പോർട്ട്, സേവനമൊന്നും നൽകിയിട്ടില്ല എന്നുള്ളത് വസ്തുതാപരമായ റിപ്പോർട്ട്. ഇത് രണ്ടും കമ്പനി തന്നെയാണ് സേവനം നൽകിയിട്ടില്ല എന്ന് പറഞ്ഞത്. പണം കൊടുത്ത കമ്പനി തന്നെയാണ് സേവനമൊന്നും നൽകിയിട്ടില്ല എന്ന് പറഞ്ഞത്. അതിനെങ്ങനെ അവർക്ക് കൺഫ്രണ്ട് ചെയ്യാൻ പറ്റുന്നത്? അവർ രാഷ്ട്രീയം എന്ന് പറഞ്ഞ് പോരാടട്ടെ. പക്ഷേ ഇത് വായിക്കുന്ന ജനങ്ങളും നാട്ടിലെ ആളുകൾക്കും മനസ്സിലാക്കാൻ എളുപ്പമുള്ള കാര്യമാണ്. ഈ കാര്യത്തിൽ നടന്നത് ഗുരുതരമായിട്ടുള്ള അഴിമതിയാണ്. നമ്മുടെ തീരദേശത്തെ കരിമണലിലടക്കം കൊണ്ടുപോകുന്നൊരു കമ്പനി എത്ര കോടിയുടെ വെട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്. അത് ഈ വെട്ടിപ്പ് നടത്താൻ സൌകര്യം ചെയ്തു കൊടുത്തത് ഗവൺമെന്റ് ആണെന്നുള്ളതല്ല അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ എന്തിനാണ് അവർ സേവനമൊന്നുമില്ലാതെ കിക്ക് ബാക്ക് കൊടുക്കുന്നത്? അപ്പോൾ ഏറ്റവും വലിയ അഴിമതിയാണിത്. ഈ പണത്തിന്റെ മാത്രം തുകയിൽ പരിമിതപ്പെടുത്തുന്ന അഴിമതിയല്ല ഇത്. പ്രതിപക്ഷം രാജി ആവശ്യപ്പെട്ടിട്ടുണ്ട് മുഖ്യമന്ത്രി. അത് പ്രതിപക്ഷത്തിന്റെ ഉളുപ്പില്ലാത്ത സമീപനമാണെന്നാണ് ഇപ്പൊ MV ഗോവിന്ദൻ പ്രതികരിച്ചിരിക്കുന്നത്. ഗോവിന്ദൻ മാഷിനെ പറ്റി ഞാൻ എന്ത് പറയാം? അദ്ദേഹത്തിന് അങ്ങനെ പ്രതികരിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് പാർട്ടി സെക്രട്ടറി ആയിട്ട് തുടരാൻ പറ്റുമോ? അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അദ്ദേഹത്തിന് അങ്ങനെ പ്രതികരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഒരു പാർട്ടി സെക്രട്ടറി പറയേണ്ടിയിരുന്നത്. ഈ മുഖ്യമന്ത്രി ഡൽഹിയിലെ കേന്ദ്ര ധനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത് നേരത്തെ തന്നെ കോൺഗ്രസിൽ ദുരൂഹത ആരോപിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണെന്ന് സംശയിക്കുന്നുണ്ട്. അല്ല, അന്ന് എന്നോട് ചോദിച്ചു, അനൗപചാരികമായ കൂടിക്കാഴ്ച എന്ന് പറയുന്നൊരു പുതിയ ഡെഫിനിഷൻ മുഖ്യമന്ത്രിയും കേന്ദ്ര ധനകാര്യമന്ത്രിയും കൂടിക്കാണുന്നതിൽ കൊടുത്തപ്പോൾ തന്നെ എന്തിനായിരുന്നു അത്? അങ്ങനെ അനൗപചാരിക കൂടിക്കാഴ്ച മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും കൂടിക്കാഴ്ച നടത്തിയെന്ന് പറഞ്ഞാൽ എന്താ തെറ്റുള്ളത്? ആരെങ്കിലും കുറ്റം പറയുമോ? അപ്പൊ എന്തൊക്കെയോ മറച്ചു പിടിക്കാൻ ശ്രമം അന്ന് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മളെല്ലാം പറഞ്ഞതാണ്. ഈ കിക്ക് ബാക്കിൽ വിജിലൻസ് അന്വേഷണത്തിന് പോയി ഇത് നടന്നില്ല, വിജിലൻസ് ഹൈക്കോടതി അനുവദിച്ചില്ല. സ്വാഭാവികമായിട്ടും ഇപ്പോൾ പുതിയൊരു അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നു. അപ്പോൾ ഒരു കേന്ദ്ര ഏജൻസികളുടെ കൂടുതൽ വിശദമായ അന്വേഷണം വേണമെന്നൊരു അഭിപ്രായം KC വേണ്ടി. അല്ല, അന്വേഷണം നടക്കുമല്ലോ, സ്വാഭാവികമായിട്ടും അന്വേഷണം നടക്കുമല്ലോ. അന്വേഷണം നടക്കട്ടെ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ഈ ഇതിനകത്തുള്ള വസ്തുതകളുടെ അടിസ്ഥാനത്തിലുള്ള കണ്ടെത്തലുകളെ തുടർന്നുണ്ടായ കാര്യത്തിലാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. വളരെ ഗൌരവതരമായിട്ടുള്ള കണ്ടെത്തലാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് അന്തരീക്ഷത്തിലുണ്ടായിരുന്ന കാര്യമാണ്, പക്ഷെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അത് വളരെ ഗൌരവതരമായ കാര്യമാണ്. ജബൽപൂർ വിഷയത്തിൽ കേസ് നടക്കും, അതൊക്കെ മുറക്കി നടക്കും എന്നുള്ള മറുപടിയാണ് സുരേഷ് ഗോപി പറയുന്നത്. ഏതാണ് ജബൽപൂരില്? അത് സുരേഷ് ഗോപിയുടെ മറുപടി നമ്മൾ കണ്ടല്ലോ. ആശാമാരുടെ സമരത്തിൽ അദ്ദേഹം എന്താ പറഞ്ഞത്? എല്ലാം കേന്ദ്രം തീർത്തു എന്നാണല്ലോ പറഞ്ഞത്. ഇപ്പൊ എന്താ കേന്ദ്രം തീർത്തത്? ആ പാവങ്ങൾ 52 ദിവസമായി സമരം ചെയ്യുന്നു. സ്റ്റേറ്റ് ഗവൺമെന്റും ശ്രദ്ധിക്കുന്നില്ല, കേന്ദ്ര ഗവൺമെന്റ്. അപ്പൊ സുരേഷ് ഗോപിയുടെ പ്രസ്ഥാനത്തിലല്ല, ജബൽപൂരിൽ എന്തൊരു ആ വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാവൂലേ എന്ത് ക്രൂരമായ ആക്രമണമാണ് അച്ഛന്മാർക്കെതിരെ അടിച്ചുവിട്ടിരിക്കുന്നത്. ഈ നാട്ടിൽ നടക്കുന്നത് ഇതല്ലേ? അപ്പൊ അതിനെതിരെ നടപടി സ്വീകരിക്കുന്നു പറഞ്ഞുകൊണ്ട് എന്ത് കാര്യമുള്ളത്? ഏത് നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്? ഗ്രഹാം സ്റ്റെയിന്റെ കാര്യത്തിൽ എന്ത് നടപടിയാണ് ഉണ്ടായിരുന്നത്? അദ്ദേഹത്തെ തീവ്രവാദിയാക്കി കൊല്ലുകയല്ലായിരുന്നോ? ജയിലിലിട്ട് കൊല്ലുമായിരുന്നോ ചെയ്ത്? എത്രയും ചാരിറ്റിയോടെ മുന്നോട്ട് പോയ ഒരു അച്ഛനെ. അപ്പൊ ആ ആറ്റിറ്റ്യൂഡൊന്നും പറയണ്ട, അതൊക്കെ മനസ്സിലാകുന്ന കാര്യമാണ്. ഈ വഖഫ് ബില്ല് പാസ്സായതോടുകൂടി മുനമ്പം പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നാണ് BJP കേന്ദ്രമന്ത്രി അടക്കം പറയുന്നത്. അത് കാത്തിരുന്ന് നമുക്ക് കാണാം. ഞങ്ങൾ മുനമ്പത്തെ ജനങ്ങളോടൊപ്പമാണ്. എന്തായാലും ഞങ്ങൾ പറഞ്ഞ മുനമ്പത്തെ ജനങ്ങളുടെ പേരിൽ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ കവർന്നെടുക്കാൻ ശ്രമിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ള നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത്, ശക്തമായ നിലപാട് സ്വീകരിച്ചത്. അതുകൊണ്ട് മുനമ്പത്തിന്റെ പേര് പറഞ്ഞ് ന്യൂനപക്ഷങ്ങളെ മുഴുവൻ ഒറ്റതിരിഞ്ഞ് ആക്രമിച്ച് അവരുടെ അവകാശങ്ങളെ ഒന്നൊന്നായി കൈയടക്കുന്ന രീതിയാണ് ഇവർ സംഘപരിവാറിന്റെ രീതി. അതിലത്തെ ആദ്യ പടിയാണിത്. അതുകൊണ്ട് ഇതിന് ഒരു കാരണവശാലും അംഗീകരിക്കില്ല. അതാണ് മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നം. വൈകാരികമായിട്ടുള്ള ആ പ്രശ്നം പരിഹരിക്കണമെന്നുള്ള കാര്യത്തിൽ ഒരഭിപ്രായ വ്യത്യാസവുമില്ല. ഞങ്ങളെല്ലാം അതിന്റെ കൂടെയാണ്. ഈ നിയമം കൊണ്ട് അവരെ തിരിതിരിപ്പിച്ചിരിക്കുകയാണ്.
നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ ജബൽപൂരിലെ കാര്യം പറഞ്ഞ പോലെ കാത്തിരുന്ന് കാണാം.